നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 2025 ഡിസംബർ 5-ാം തീയതി വൈകിട്ട് 5:26 വ്യാഴം രാശി മാറുന്നു. കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന വ്യാഴം പുണർദം നക്ഷത്രത്തിന്റെ 2-ാം പാദത്തിൽ നിന്നും പുണർദത്തിന്റെ തന്നെ 1-ാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് വ്യാഴം മിഥുനം രാശിയിൽ ജൂൺ 2-ാം തീയതി വരെ തുടരുന്നതാണ്. ശേഷം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി ചിങ്ങക്കൂറുകാരായ മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യ നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത്. ചിങ്ങരാശിക്കൂറുകാർക്ക് 5-ാം ഭാവത്തിന്റെയും 8-ാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ 12-ാം ഭാവത്തിലാണ് നിന്നിരുന്നത്. എന്നാൽ ആ വ്യാഴം ഡിസംബർ 5-ന് 11-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഇത് വളരെ ഗുണപ്രദമാണ്. നിലവിലെ വ്യാഴത്തിന്റെ 12-ാം ഭാവസ്ഥിതി നിമിത്തം ഇവർക്ക് ബന്ധുക്കളും സ്വന്തം ഭാര്യ തന്നെയും ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥയും, കൂടാതെ ജോലി സ്ഥലത്തും ബിസിനസ് പരമായും ശത്രുദോഷം നിമിത്തം വളരെയധികം ലാഭനഷ്ടമോ ധനനഷ്ടമോ അനുഭവപ്പെട്ടിട്ടുമുണ്ടാകും. ഇവർക്ക് ഭക്ഷണ സംബന്ധിയായതോ വയറു സംബന്ധിയായതോ അല്ലെങ്കിൽ ഓജസ്സിന്റെ ക്ഷയം നിമിത്തമോ പലവിധേന രോഗങ്ങളും എല്ല് സംബന്ധിയായോ വിഷസംബന്ധിയായോ അസുഖങ്ങളും മറ്റും ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അതിന്റെ ചികിത്സയ്ക്കായി തന്റെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം മാറ്റിവെക്കേണ്ടതായ സ്ഥിതിവിശേഷം കൂടി അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും. സ്വന്തം അത്യാവശ്യത്തിനു വേണ്ടിയോ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് ജാമ്യം നിന്നതിന്റെ ബാധ്യതയോ തനിക്കെതിരായി വരുന്നതിനും ആ കടം വീട്ടുന്നതിനായി വളരെയധികം കഷ്ടപ്പെടേണ്ട അവസ്ഥയും, കൂടാതെ കടങ്ങൾ നിമിത്തം മാനസികമായി വളരെയധികം പ്രയാസങ്ങളും അനുഭവിച്ചവരാണിവർ. യാതൊരുവിധ കടവുമില്ലാത്തവൻ പോലും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ കൊണ്ട് വളരെ വേഗം കടക്കാരനായി തീരുന്നതിന് വ്യാഴത്തിന്റെ കഴിഞ്ഞ രാശിമാറ്റം മൂലം ഇടയായിട്ടുണ്ടാകും. തന്റെ സത്കീർത്തി നഷ്ടപ്പെടുന്നതിനും കുട്ടികൾക്ക് രോഗദുഃഖം വർദ്ധിക്കുന്നതിനും അതല്ലെങ്കിൽ കുട്ടികളുടെയോ ഭാര്യയുടെയോ സുഹൃത്തുക്കളുടെയോ വിദ്വേഷത്തിനും ചിങ്ങം രാശിക്കാർ പാത്രമായിരിക്കാം. എന്നാൽ ഇപ്രകാരം ദോഷപ്രദനായി നിന്നിരുന്ന വ്യാഴം 11ലേക്ക് സഞ്ചരിക്കുന്നു. ജ്യോതിഷത്തിൽ 11-ാം ഭാവം ലാഭം, വരുമാനം, ആഗ്രഹ സഫലീകരണം, സുഹൃത്ത് ബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, മൂത്ത സഹോദരങ്ങൾ എന്നിവയുടെ ഭാവമാണ്. ഈ ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നത് ഏറ്റവും ശുഭകരമായ ഗോചര ഫലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 5-ാം ഭാവാധിപനും 8-ാം ഭാവാധിപനുമാണ്. ഈ ഗോചരം ജീവിതത്തിൽ ധനപരമായും സാമൂഹികപരമായും വലിയ മുന്നേറ്റം നൽകും. ഈ ഗോചരം പൂർവ്വ പുണ്യത്തിന്റെ അതായത് 5-ാം ഭാവത്തിന്റെ ഫലങ്ങൾ ലാഭമായി തിരിച്ചു നൽകുന്ന സമയമാണ്. നിങ്ങളുടെ ഭാഗ്യം പൂർണ്ണമായും ഈ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കും. സുഹൃത്തുക്കളിൽ നിന്നും സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരിൽ നിന്നും സഹായം ലഭിക്കും. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. എന്നാൽ പൊതുവെ ജോലിയിൽ നിന്നും മികച്ച വരുമാനവും മറ്റും ലഭിക്കുന്നതിനും ഇടയാകും. തന്റെ കഠിനാധ്വാനത്തിനും കഷ്ടപ്പാടിനും അനുകൂലമായ വരുമാനം ലഭിക്കുന്നതിനും ജോലി സ്ഥലത്ത് മാനസികമായി വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത്. സാങ്കേതികപരമായ ചില കോഴ്സുകൾ പഠിക്കുന്നവർക്ക് തന്റെ കോഴ്സ് പൂർത്തിയാക്കുന്നതിനും താൻ പഠിച്ച വിഷയത്തിൽ തന്നെ മികച്ച ശമ്പളത്തോടു കൂടി ജോലി ലഭിക്കുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണ്. എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച തൊഴിൽ വിജയം, അത്തരം കോഴ്സുകളും മറ്റും പഠിച്ചു പൂർത്തിയാക്കുന്നവർക്ക് മികച്ച ശമ്പളത്തിൽ ജോലി ലഭിക്കുകയും ചെയ്യും. വ്യാഴം നിലവിൽ വരുമാന സ്ഥാനമായ 11-ലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അതീവ ഗുണപ്രദമാണ്. അപ്രതീക്ഷിതമായി ലോട്ടറി, ബിസിനസ്,
ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം, മറ്റ് ക്രയവിക്രയങ്ങൾ മുഖേന ധനനേട്ടവും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ഇവർക്ക് കൈവരും. അപ്രതീക്ഷിതമായി ഇത്തരം ധനനേട്ടം നിമിത്തം ഇവരുടെ ബാധ്യതകൾക്കെല്ലാം ഒരു ശമനം വരുത്തുന്നതിനും സാധിക്കും. ഊഹക്കച്ചവടത്തിൽ വിജയം നേടാൻ സാധ്യതയുണ്ട്. എങ്കിലും വ്യാഴത്തിന് 8ാം ഭാവാധിപത്യമുള്ളതിനാൽ അമിതമായ റിസ്ക് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പഠനകാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം വീടും നാടും വിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ഇത്തരം മാറ്റങ്ങൾ നിമിത്തം പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ഉത്സാഹവുമെല്ലാം കൈവരുന്നതാണ്. ഇവർ തന്റെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നതിനും അതല്ലെങ്കിൽ കൈത്തൊഴിലുകളോ മറ്റു ചെയ്യുന്നതിനും ഈ സമയം സാധ്യതയുണ്ട്. ഇവർ ഏതു വിധേനയും തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി എല്ലാവിധ മാർഗങ്ങളും ഇവർ പരീക്ഷിക്കാൻ ഇടയാകും. തന്റെ ബിസിനസ്സിലും മറ്റും പുതിയതായി ടെക്നോളജികൾ സ്ഥാപിക്കുന്നതിനും അതല്ലെങ്കിൽ ഉള്ള ആളുകളെ മാറ്റി പുതിയ ആളുകളെ ചേർത്ത് ബിസിനസ്സിൽ വരുമാന നേട്ടം ഉണ്ടാക്കുന്നതിനായി പരീക്ഷണങ്ങളും ശ്രമങ്ങളുമെല്ലാം നടത്തുന്ന സമയമാണിത്. 11ലെ വ്യാഴത്തിന് 5ാം ഭാവദൃഷ്ടി ഉള്ളതിനാൽ കുട്ടികളെ കൊണ്ട് ഉയർച്ചയുണ്ടാകും. മുതിർന്ന മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികൾ പഠനാവശ്യത്തിനായോ അതല്ലെങ്കിൽ ജോലി സംബന്ധമായോ വിദേശത്തേക്ക് പോകുന്നതിനും കുടുംബഭാരം ഏറ്റെടുക്കുന്നതിനും ഇടയാകുന്നതാണ്. അതല്ലെങ്കിൽ അവർക്ക് നാട്ടിൽ തന്നെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണിത്. വളരെ കാലമായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങളും പുതിയ ചികിത്സയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സൽസന്താന ഭാഗ്യം ലഭിക്കാനും ഇടയാകും. ഇവർക്ക് ബുദ്ധിക്ക് വളരെ തെളിച്ചം വരുന്ന ഒരു കാലഘട്ടമാണിത്. സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ എന്നിങ്ങനെ ആരുടെയും വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ സ്വതന്ത്രമായി ചില തീരുമാനങ്ങൾ എടുക്കുകയും അത്തരം തീരുമാനങ്ങൾ എന്ത് വില കൊടുത്തും വിജയിപ്പിക്കാനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും. തനിക്ക് അറിവുള്ള വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഇടയാകാവുന്ന ഒരു സമയമാണിത്. പുതിയ ട്യൂഷനുകളോ ക്ലാസുകളോ മറ്റോ ഇവർ തുടങ്ങുകയും അത്തരം കാര്യങ്ങൾ കൂടുതലായി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. ഇവർ ഏത് വിധേനയും തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അതിനുവേണ്ടി എല്ലാവിധ മാർഗങ്ങളും ഇവർ പരീക്ഷിക്കുന്നതിനും ഇടയാകും. തന്റെ ബിസിനസ്സിലും മറ്റും പുതിയതായി ടെക്നോളജികൾ സ്ഥാപിക്കുന്നതിനും അതല്ലെങ്കിൽ ഉള്ള ആളുകളെ മാറ്റി പുതിയ ആളുകളെ ചേർത്ത് ബിസിനസ്സിൽ വരുമാന നേട്ടം ഉണ്ടാക്കുന്നതിനായി പരീക്ഷണങ്ങളും ശ്രമങ്ങളുമെല്ലാം നടത്തുന്ന സമയമാണിത്. വീട് പണിയുന്നതിനായി വളരെ അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത്. ഇവർ ഒരുപാട് കാലമായി ആഗ്രഹിച്ച തന്റെ സ്വപ്ന സൗധം പണിയുന്നതിനും ഇത് നിമിത്തം വളരെ ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയും വർദ്ധിക്കുന്നതിനും ഇടയാകുന്നതാണ്. വീട് പണിയാനായി ആഗ്രഹിച്ച് എന്നാൽ ലോണിന് ചില തടസ്സങ്ങളൊക്കെ വന്നിരുന്നവരാണെങ്കിൽ ഒന്നുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ലോണുകൾ പാസാക്കിയെടുക്കുന്നതിനും തന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനും സാധിക്കുന്നതാണ്. ഇവർ വീട്ടിലേക്ക് പുതുതായി ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും സാധ്യത കാണുന്നു. ഒരുപാട് കാലമായി വാങ്ങണമെന്ന് ആഗ്രഹിച്ച ഗൃഹോപകരണം വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന പഴയത് മാറ്റി പുതിയത് വാങ്ങുന്നതിനോ ഇടയാകും. 11ലെ വ്യാഴത്തിന് 7ാം ഭാവദൃഷ്ടി ഉള്ളതിനാൽ വിവാഹ സംബന്ധിയായി ഉത്തമമാണ്. പ്രണയം വിവാഹത്തിലേക്ക് എത്തിക്കുന്നതിനും അതല്ലെങ്കിൽ തന്റെ പ്രണയം തുറന്നു പറയുന്നതിനും വ്യാഴമാറ്റം അനുകൂലമാണ്. ഇതുവരെ വിവാഹം നടക്കാത്തവർ പോലും ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി തന്റെ വിവാഹം നടക്കുന്നതിനും നല്ലൊരു കുടുംബത്തിലേക്ക് തന്നെ വിവാഹം കഴിക്കുന്നതിനും സാധ്യതയുണ്ട്. പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും വിവാഹ സംബന്ധിയായി കേസുകളും മറ്റും നിലനിൽക്കുന്നവർക്കും പുനർവിവാഹം നടക്കുന്നതിനും അതല്ലെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പ്രസ്തുത കേസെല്ലാം പിൻവലിക്കുന്നതിനും ഒത്തുചേർന്ന് പുതിയൊരു കുടുംബജീവിതം ആരംഭിക്കുന്നതിനുമെല്ലാം ഇടയാകാവുന്ന ഒരു സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നതിനും പ്രമോഷൻ ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ്. അത്തരത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ തന്റെ നാട്ടിൽ സ്വന്തമായി ഒരു വീട് പണിയുന്നതിന് അതല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന കടങ്ങളെല്ലാം വീട്ടിൽ തീർത്ത് നാട്ടിൽ സമാധാനപരമായി ജീവിതം തുടങ്ങുന്നതിനുമെല്ലാം ഇടയാകുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത്. നിലവിലുള്ള കടങ്ങളും മറ്റും നല്ലൊരു പരിധിവരെ സ്വന്തം അധ്വാനത്താൽ വീട്ടിൽ തീർക്കാനായി സാധിക്കുകയും സുഹൃത്തുക്കളുടെ ഉപദേശത്താലോ സാമ്പത്തിക വിദഗ്ധരുടെ സഹായത്താലോ
തനിക്കുണ്ടായിരുന്ന കടങ്ങളുടെ ഭാരം കുറയ്ക്കുന്നതിന് ഇടയാകുന്നതുമാണ്. ഇവർക്ക് സാമൂഹികമായോ സാമുദായികമായോ ഉള്ള ചില സംരംഭങ്ങളിൽ അധ്യക്ഷ പദവികളോ അതല്ലെങ്കിൽ അംഗത്വങ്ങളോ എടുക്കുന്നതിനും സാധ്യതയുണ്ട്. ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ആയുർവേദം, യോഗ മുതലായ വിദ്യകൾ അഭ്യസിക്കുന്നതിനും അത്തരം വിദ്യകളുടെ സഹായത്താൽ മനസ്സിന് സന്തോഷവും ശരീരത്തിന് ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതിനും ഇടയാകുന്നതാണ്. ഇവർ ഇവരുടെ സമ്പാദ്യശീലം വളർത്തുന്നതിനായി പുതുതായി കുറികളോ മറ്റു നിക്ഷേപ പദ്ധതികളെ പറ്റിയോ പഠിക്കുന്നതിനും അത്തരം കാര്യങ്ങളിൽ ചെറിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങുന്നതിനുമെല്ലാം സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത്. ഇവർ തന്റെ സംസാരത്തിന്റെ വശീകരണ ശക്തിയാൽ ഒരുപാട് ആൾക്കാരെ തന്റെ സുഹൃത്തുക്കളായി മാറ്റുകയും അതല്ലെങ്കിൽ ശബ്ദം ഉപയോഗിച്ച് എന്തെങ്കിലും ജോലികളോ മറ്റോ ചെയ്ത് ധനം സമ്പാദിക്കാൻ ഇടവരികയും ചെയ്യുന്നതാണ്. സുഹൃത്ത് വലയം വർദ്ധിക്കുകയും വീട്ടുകാരെക്കാൾ കൂടുതലായി തന്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി പണം ചിലവഴിക്കാനും ഇടയാകുന്നതാണ്. എന്നാൽ സാധാരണഗതിയിൽ അത്തരം സുഹൃത്തുക്കൾ ഇവർ ചെയ്ത സഹായങ്ങൾ മറക്കുന്നതിനും വേണ്ട രേഖകളില്ലാതെ പണം നൽകി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവ നഷ്ടപ്പെട്ടു പോകുന്നതിനും സാധ്യതയുണ്ട്. ഒരുപാട് കാലമായി സൈനിക സേവനത്തിന് വേണ്ടി കാത്തിരുന്നവർക്ക് അത്തരം സേവനങ്ങൾക്കായുള്ള പരീക്ഷകൾ പാസ്സാകുന്നതിനും രാജ്യസേവനം ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. വ്യാഴദോഷങ്ങൾ മാറുന്നതിനായി ദാനധർമാദികൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആത്മീയപരമായ പുസ്തകങ്ങൾ വായിക്കുന്നതും മുതിർന്നവരെ ബഹുമാനിക്കുന്നതും ഇവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നതും വ്യാഴദോഷത്തിന് ഒരു പരിധിവരെ പരിഹാരമാണ്. നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക. അപ്രകാരമുണ്ടെങ്കിൽ ഒരു ജ്യോതിഷിയെ നേരിട്ട് പോയി കണ്ട് ജാതകം പരിശോധിപ്പിച്ചോ അതല്ലെങ്കിൽ പ്രശ്നം നിമിത്തമോ ദോഷപരിഹാരം ചെയ്യുക. ഇതുവരെയും തുടക്കത്തിൽ പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരുപക്ഷെ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം. അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് നിലവിൽ വ്യാഴം അനുകൂല സ്ഥാനത്തേക്ക് മാറുന്നതിനാൽ പ്രത്യേകിച്ച് വഴിപാടുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ തുടക്കത്തിൽ പറഞ്ഞ ദോഷഫലങ്ങൾ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നതും അത്യുത്തമമാണ്. എന്തെന്നാൽ വ്യാഴമാറ്റത്തിന്റെ സമയത്ത് ഒരുപക്ഷെ വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും നാരായണ മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല. നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടാനും മറക്കരുത്.